ഒരു അണ്ണൻ തമ്പി കഥ സൊല്ലട്ടുമാ. ഈ സൈഡിൽ കാണുന്ന രണ്ടെണ്ണം, ഒന്ന് രാഹുൽ മാങ്ങാണ്ടി, ഒപ്പമുള്ളത് ഫെനി നയനാൻ. ചങ്കാണ് രണ്ടും. അപ്പോൾ ഇന്നലെ ഫെനി നയനാൻ ഇരയായ ആ സ്ത്രീയുടെ ചാറ്റ് വിവരങ്ങൾ, അവർ ഫെനി നയനാനുമായിട്ട് നടത്തിയ ചാറ്റിൻ്റെ കുറേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു പോസ്റ്റ് ഫെനി നയനാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഇരയായ ലേഡിയെ എങ്ങനെ അറിയാം, ഓക്കെ, അവരിരയായത് എങ്ങനെയെന്ന് എനിക്കറിയില്ല, രാഹുൽ മാങ്കൂട്ടം അവരങ്ങനെ ചെയ്തോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രിപ്പറേഷനാണ്. അതായത് ഈ വാട്സാപ്പ് ചാറ്റുകൾ പുറത്ത് ലീക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ഒരു പ്രിപ്പറേഷൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്ലോട്ട് ഉണ്ട്, ഇതിനൊക്കെ ഒരു നറേറ്റീവ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം അകത്തു പോകുമ്പോൾ ഇനി വരുന്ന ഇരകളടക്കം ആരും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്ത് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അവർക്ക് മാസീവ് സൈബർ അറ്റാക്ക് കൊടുക്കാനുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർ. ഫെനി നയനാൻ്റെ പേര് ഓൾറെഡി ഈ മൂന്നാമത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത ലേഡി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും ഫെനി നയനാൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ആ കേസ് കൊടുത്ത ലേഡിയും സംസാരിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവൻ കാണിക്കുന്ന ഈ രാഹുൽ മാങ്ങാണ്ടി കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും തന്തയില്ലാത്തരത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു ചങ്ക് പരനാറിയാണ്. അപ്പം പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഇതിലും വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഈ പറഞ്ഞ ചാറ്റ് റിവീലിങ്ങും ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ഇതിലും വലുത് ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഫെനി നയനാനിട്ട 2 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ആദ്യത്തെ പോസ്റ്റ് ഞാനിവിടെ വയ്ക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെ അതിജീവിത ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പറ്റിയൊരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്ന് അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ടെന്നും അവർ രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞ പോലെ ഇവനും അറിഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ പോസ്റ്റിൽ പറയുന്നത് KSU നടത്തിയ ഒരു പണപ്പിരിവ് പരിപാടിയിൽ ഇവർ 5000 രൂപ കൊടുത്തിട്ട് 50 കൂപ്പൺ എടുത്തു. അങ്ങനെയാണ് ഇവരായിട്ട് പരിചയം വന്നത്. കാരണം അതിജീവത 2025 നവംബർ വരെ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരിച്ചതിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ പ്രചരണമാണ് നടക്കുന്നത്. ഇതിലെ സത്യം പറയാൻ ഞാൻ അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലരോട് പങ്കുവെച്ചു. പക്ഷെ ആരും, അതായത് ഇതിനകത്ത് ഫെനിക്കറിയുന്ന കാര്യങ്ങൾ, അതായത് ഫെനിയുടെ നറേറ്റീവ് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നറേറ്റീവ് ആയിരിക്കും അത് മുഖ്യധാരാ മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് അവരാരും അത് ഏറ്റെടുക്കാൻ റെഡിയായില്ല എന്നും, രണ്ടാമത്തെ പരാതിയിൽ ഫെനി നയനാൻ്റെ പേര് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ കേസ്, അതായത് റിസോർട്ടിലേക്ക് കൊണ്ടുപോയത് ഫെനി നയനാനും കൂടി അറിഞ്ഞിട്ടാണ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കേസിൽ ഫെനി നയനാനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യാതെ വിട്ടു എന്നുള്ളതും മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ആദ്യം ഇടുന്നു. ഓക്കെ, ആ പോസ്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വയം വന്ന് ക്ലെയിം ചെയ്യാണ് എനിക്കെതിരെ അതിഭീകരമായ സൈബർ അറ്റാക്ക്. അതായത് ഫെനി നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തപ്പോൾ അയാൾക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് ഉണ്ടായി. അതിനെ തുടർന്ന്, ആ സൈബർ അറ്റാക്കിനെ തുടർന്ന് ഞാനിവിടെ അതായത് ഫെനി നയനാനും ഈ പറഞ്ഞ അതിജീവിതയും തമ്മിലുള്ള ചാറ്റ് ഞാൻ പുറത്തു വിടുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേസിൽ ഇരയായ വിക്ടിമിന് എപ്പോഴും സൈബർ അറ്റാക്സ് കൊടുക്കുന്ന ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ നമ്മളിത് കണ്ടതാണ്. ഓൾറെഡി വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെ മാസീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിഭീകരമായിട്ട് എന്ത് ചെയ്യുന്നു, സക്ഷയും ചെയ്യുന്നു, അവരെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു, അവരനുഭവിച്ച സിറ്റുവേഷൻസിൻ്റെ മുകളിൽ ഒരു ഓഡിറ്റ്, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈബർ വിങ് ഇവിടെ പ്രവർത്തിച്ച് ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് കൊടുക്കുമ്പോൾ അവരെ എക്സ്പോസ് ചെയ്യുന്ന ഒരു പോസ്റ്റ്, അതായത് വിക്ടിമിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആയിട്ടൊരു സാധനം ഇടുമ്പോൾ നിങ്ങൾക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നു എന്നൊക്കെ പറഞ്ഞാൽ ഫെനി യജാതി തന്തയില്ലാത്തവരാണ് താനൊക്കെ വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ പേരിൽ രണ്ടാമതൊരു പോസ്റ്റ്, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എൻ്റെ പേര് പരാതിയിൽ പറഞ്ഞത് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങളെ വിളിച്ച സമയത്ത് അവരാരും അത് ഏറ്റെടുത്തില്ല.
തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കതിൽ രൂക്ഷമായ സൈബർ ആക്രമണം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും അവർ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതി. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ വിശദമാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഫെനിയോട് ഇപ്പോൾ ഇരയായ ഈ ലേഡി വന്ന് 2025 സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു തലയും വാലും ഇല്ലാത്ത കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ആ സ്ക്രീൻഷോട്ടിൽ കൂടെ ഒക്കെ നമുക്ക് പോവാം. അതിനു മുമ്പ് ഈ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നോട് സംസാരിച്ചിരുന്നതിൻ്റെ അവസാന കാലത്ത്, നിങ്ങൾ നോട്ട് ചെയ്യണം, ഫെനിയോട് സംസാരിച്ചിരുന്നതിൻ്റെ അവസാന കാലത്താണ്, തുടക്കം മുതൽ ഫെനി പറയുന്നില്ല, ഇവിടെ അവസാന കാലഘട്ടത്തിലേക്കാണ് ഫെനി പോകുന്നത്. അതായത് 2 മാസം മുമ്പ് രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു, പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്ക വയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയിക്കൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ലാറ്റിൽ കാണാമെന്ന് 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലൊരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു. കൃത്യമായിട്ട് പരാതി കൊടുത്ത ലേഡിക്കെതിരെ അവരെ ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച ഒരു ഐറ്റമാണിത് എന്നുള്ളത്, ആ ഒരു ക്യാപ്സ്യൂള എന്നുള്ളത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവാതിരിക്കും. ഫെനി അവർ തുടക്കകാലം മുതൽ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊന്നും ഇല്ല. ടുവേർഡ്സ് എൻഡ് ഒരു 2 മാസം മുമ്പ് അവരെ രാഹുലിനെ എന്തിന് ഈ അതിജീവിത കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഫെനി ഇവിടെ പറയുന്നില്ല. ഇവിടെ ഫെനി സ്ട്രെസ് ചെയ്യുന്നത് എന്താ? പരാതിക്കാരിയായ ലേഡി, രാഹുലിൽ നിന്ന് അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ ലേഡി ഗർഭിണിയായതിനു ശേഷം ആ ഗർഭം അലസിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷവും രാഹുലിലേക്ക് അടുക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ രാഹുലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചൊരു കെണിയാണ് എന്നുള്ളതിലേക്ക് നിങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച വാക്കുകൾ സത്യത്തിൽ ഇതെന്താ അറിയോ, ഇത് ഭീഷണിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്ത് വെച്ച തന്തയില്ലാത്തരം ഇനി ഒരു ഇരയും പുറത്തു വന്നിട്ട് പറയാൻ പാടില്ല എന്ന് ഫെനി അടക്കമുള്ള കുറച്ച് ആളുകളുടെ ഗൂഢാലോചന. അതിനുവേണ്ടി ഈ ഇരയായി വന്ന ആളുടെ, ഈ ഇരയുടെ ക്രെഡിബിലിറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിക്കുന്ന പൊറോട്ട് നാടകം. അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. കാരണം തലയും വാലും ഇല്ലാതെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വാക്കുകൾ മാത്രം എടുത്തു വെച്ച് ആ വാക്കുകൾ എങ്ങനെയൊന്നുമില്ല, അത് ആളുകളിലേക്ക് ഐ പ്രിഫർ ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല, കാറിൽ ഡ്രൈവ് പോവാം. ഇത് കേൾക്കുന്ന ഈ വിഷയത്തിനെ കുറിച്ച് ഇതിന്റെ ഗ്രാവിറ്റി അറിയാത്ത ആളുകൾ തെറ്റിദ്ധരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് അപ്പൊ ഈ സ്ത്രീ കെണി വെച്ചതാണോ? ഇത്രയൊക്കെ അനുഭവിച്ചവർക്ക് ഇനി ഡ്രൈവ് പോകണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് പോകുന്നത് അത്ര നല്ല ആൾ ചമയുന്ന പരിപാടിയൊന്നുമല്ല. ഇനി ഫെനി ഇട്ട പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട്, അതായത് ആ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതിൽ ഇവർ കാണുന്നതിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. നൈറ്റ് ആണെങ്കിലും കണ്ടാലും കുഴപ്പമില്ല എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ഈ സ്ക്രീൻഷോട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഇതിന് മുന്നത്തെയോ പിന്നത്തെയോ ചാറ്റൊന്നുമില്ല. ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ് വേണം, സമാധാനമായി സംസാരിക്കണം, സമയം വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് അതിജീവത ഫെനിയോട് പറയുന്നത്? അപ്പൊ ഫെനി ആണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്നുള്ളത് ഇതൊന്ന് ക്ലിയർ ആയില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീകളോടുള്ള ഇതേപോലത്തെ അപ്രോച്ചുകൾ, സ്ത്രീകളെ വലയിലാക്കുന്ന പരിപാടി, അവരെ ദുരുപയോഗം ചെയ്യുന്ന പരിപാടിക്ക് കൊട പിടിച്ചു കൊടുക്കുന്നത് ഫെനി നയനാനാണ്. ഫെനി അറിഞ്ഞുകൊണ്ടാണ് ഓരോ കേസും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അതിജീവിതകളായ ആളുകൾ ഫെനിയെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഫെനി എന്ന് പറഞ്ഞ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവൈലബിലിറ്റി അറിയുന്ന കയ്യിലുള്ള ആളായി മാറിയത് എങ്ങനെ? ഇപ്പൊ ഉറ്റ സുഹൃത്തായതുകൊണ്ട് അത് അറിയാന്ന് പറയാൻ പറ്റൂ? അതിജീവിതയ്ക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ഫെനിയിലേക്ക് എത്താൻ പറ്റിയത്? അത് ഫെനിയിലൂടെ ഈ പറഞ്ഞ ഒഴിഞ്ഞു മാറി ഇങ്ങനെയൊക്കെ തെണ്ടിത്തനം ചെയ്തിട്ട് ലാസ്റ്റ് കൈ ഒഴിഞ്ഞു പോയ ഒരാളെ അവൈലബിലിറ്റി കിട്ടുന്നത് ഫെനിയിലൂടെ മാത്രമാണെന്ന് അറിയുമ്പോൾ അപ്പൊ ഫെനിയുടെ ഇന്റൻഷൻ എന്താ? നമുക്ക് അങ്ങനെ ചോദിക്കാലോ. ഫെനിയിലേക്കും കൂടി അവരെ എത്തിക്കാനാണോ ഫെനി നോക്കുന്നത്? അതോ അങ്ങനെ എത്തിച്ച കേസുകളുണ്ടോ? ഐ സീരിയസ്ലി ഡൗട്ട്. ഈ ചാറ്റുകളൊക്കെ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഫെനി പുറത്ത് വിട്ട ചാറ്റുകൾ തന്നെയാണ് ഈ വെച്ചിട്ടുള്ളത്. ഇതിൽ ഇവർ പറയുന്നത് ഇവർക്ക് ഒരു സേഫായ പ്ലേസ് വേണം, പബ്ലിക്കിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല, ഓഫീസിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അവർ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാ?
രാഹുൽ മാങ്കൂട്ടം അവരോട് ചെയ്ത ക്രൂരതകളും ബാക്കി സ്ത്രീകളോട് ചെയ്ത ക്രൂരതകളും അവർ അറിഞ്ഞതിന് ശേഷം അവർ മാത്രമല്ല ബാക്കിയുള്ള സ്ത്രീകളും ഇതിൽ ഇരയായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതിനു ശേഷം അയാളുടെ മുഖത്തോട് മുഖം നോക്കി എന്നെ എന്തിനു ചതിച്ചു എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സമയവും സന്ദർഭവും ചോദിക്കുന്നത്. അല്ലാതെ രണ്ടാമത് വേറൊരു പരിപാടിക്കല്ല. അങ്ങനെ ഒരു വേറൊരു പരിപാടിക്ക് അവർ അപ്രോച്ച് ചെയ്തത് വീണ്ടും രാഹുൽ മാങ്കൂട്ടമാണ്. ഇനി ഈ ചാറ്റുകൾ പുറത്തു വന്നതിന് ശേഷം സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുക അറിയോ? 1ഉം 2ഉം കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കേസുകളിൽ സംഭവിച്ചത് ആ വിക്ടിംസ് ഭയങ്കര ബാക്ക് ഫുട്ടിൽ പോയി. അവർക്ക് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിൽ സൈബർ ബുള്ളിങ് ആയ സമയത്ത് അവർ പേടിച്ച് പിന്നോട്ടാണ് പോയത്. പക്ഷെ ഈ 3ാമത്തെ കേസ് കൊടുത്ത ഈ വിക്ടിം എന്ത് ചെയ്തറിയോ? കൃത്യമായി ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കണം. ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഫെനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 2024 മെയ് മാസത്തിലാണ്. എനിക്ക് മിസ്കാരേജ് ആയതാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. അപ്പോൾ ഈ സമയത്താണ് ഫെനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. ഇപ്പോൾ ഫെനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചൂരൽമല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചാലഞ്ച് ഉണ്ട്, കൂപ്പൺ എടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഫെനി നയനാൻ എഴുതിയിട്ടപ്പോഴോ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത സമയത്തോ പറയാത്തൊരു വിഷയം അതിജീവിത പറയുന്നുണ്ട്. ഫെനി നയനാൻ ആ ലേഡി അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്തത്. മനസ്സിലായില്ലേ? ഇത് ഇവരുടെ പ്ലാനാണ്. ചൂരൽമലയിലെ ഒരു കൂപ്പൺ ഫണ്ട്, അതായത് ഫണ്ട് പിരിവ് ചൂരൽമലയിലെ ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരോ പറയണം. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇതേപോലൊരു കൂപ്പൺ ചലഞ്ച് പരിപാടി അവിടെ രാഹുൽ മാങ്കൂട്ടം ടീമും വെച്ചത്? ഫെനി അടക്കമുള്ള കോൺഗ്രസ്കാർ എന്ന് പറഞ്ഞ് നടക്കുന്ന നേതാക്കന്മാർ അങ്ങനെ ഒരു ചലഞ്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചലഞ്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിൽ എത്ര കാശ് വന്നു, ആരൊക്കെ കാശ് ഇറക്കി എന്നുള്ളതിനെ കുറിച്ച് വല്ല അപ്ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം, ഒരു ചാരിറ്റി പ്രവർത്തനം അടക്കം മറയാക്കിയിട്ടാണോ ഇവന്മാർ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഈ ഹിറ്റ് ചെയ്യുന്നത്? ഫെനിക്ക് എങ്ങനെ ഈ ലേഡിക്ക് കൃത്യമായി മെസ്സേജ് അയക്കാൻ പറ്റുന്നു? ഫെനിയും ഈ ലേഡിയും അല്ലെങ്കിൽ ഫെനിയും ഈ പാർട്ടിയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഫ്ലിപ്കാർട്ട് ലിങ്ക് തെറ്റി അയച്ചിട്ടാണ് ഈ ലേഡിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ കണക്ഷൻ ആവുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ കണക്ഷൻ, അതായത് രാഹുൽ മാങ്കൂട്ടം ഇതാരോടും പറയാതെ അയാൾ പേഴ്സണലാക്കി അയാളെ എല്ലാ ഇരകളോടും സമീപിക്കുന്നത് പോലെ ഈ ഇരയോടും സമീപിച്ച് അവരെ വശത്താക്കി ട്രാപ്പിലാക്കി അവരെ ഗർഭിണിയാക്കി അതിനുശേഷം ആ ഗർഭം അലസിപ്പിച്ച് അവരൊരു ട്രോമയിലേക്ക് തള്ളിവിടുന്ന സ്ഥിരം പാറ്റേൺ അവിടെ രാഹുൽ മാങ്കൂട്ടം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പാറ്റേണിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു അറിവും പാറ്റേണും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അറിയുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തൊരു ക്രൈം ആണെങ്കിൽ ഇത് രണ്ടാമതോ മൂന്നാമതോ ഒരു വ്യക്തി അറിയാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ ഇത് ഫെനിക്ക് അറിയാം. ഫെനി രണ്ടാമത്തെ ഇരയെയും ഇതേപോലെ എന്ത് കോണ്ടാക്ട് ഉണ്ട്. മൂന്നാമത്തെ ഇരയായി ഇവരെ അങ്ങോട്ട് ഫെനി കയറിയിട്ട് എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു, ഒരു കൂപ്പൺ എടുക്കുമെന്ന് വെച്ചിട്ട്. അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഫെനിക്ക് കൃത്യമായ അജണ്ട അവിടെ ഉണ്ട്. ഫെനി ഈ ക്രൈമിന്റെ ഭാഗമാണ്. ഫെനി കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, എണ്ണയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പല സമയങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ പറ്റാത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൗത്ത് പീസ് ആവുന്നത് ഫെനിയാണ്. രാഹുൽ മാങ്കൂട്ടം ഇതേപോലുള്ള തന്തയില്ലാത്തരം കാണിക്കുമ്പോൾ അതിന് കൊട പിടിച്ചു കൊടുക്കുന്നത് ഫെനിയാണ്. ഫെനിക്ക് ഓൾറെഡി അറിയാം രാഹുൽ മാങ്കൂട്ടമായിട്ട് ഈ പെൺകുട്ടിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് നിന്ന് ഈ പെൺകുട്ടിക്ക് അതിക്രൂരമായിട്ടുള്ള ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടം സ്ഥിരമായിട്ട് എല്ലാ സ്ത്രീകളോടും ചെയ്യുന്ന പരിപാടി ഈ സ്ത്രീയോടും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. ഈ പറഞ്ഞ ഫണ്ട് പിരിവ് ജസ്റ്റ് ആ റീസൺ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റയടിക്ക് ഈ ലേഡിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പോയി സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഓൾറെഡി രാഹുലിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ റെഡി ആയിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ ട്രോമയിലേക്ക് തള്ളിയിട്ട് ആ ലേഡിയെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൊണ്ടുവന്ന് അത് മിസ്കാരേജ് ആക്കി വിട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റയടിക്ക് കയറിയിട്ട് പിന്നെ ഈ ലേഡിയോട് സംസാരിക്കാൻ പറ്റില്ല.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫെനിയിലൂടെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം. ഇതിനൊക്കെ ഒരു കറക്റ്റ് മോഡസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഒരു ക്രിമിനൽ ട്രാക്ക് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്ക് രാവണനെ പോലെ 10 തലയും വെച്ച് ചെയ്യുന്ന ക്രൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 10 തലകളായിട്ട് നിൽക്കുന്ന 10 വ്യക്തികളായിരിക്കും. അതിലൊരു വ്യക്തി തന്നെയായിരിക്കും ഫെനി നയനാൻ. എനിക്ക് സംശയമുണ്ട് അതിൽ. പോലീസ് കൃത്യമായി അന്വേഷിക്കണം. ഇനി വരുന്ന ഇരകളെക്കോട് മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ടുള്ള ഈ നാടകം പൊളിച്ചു കൊടുക്കണം. ഫെനി ഇട്ട പോസ്റ്റിൽ എവിടെയും ഫെനിയാണ് അങ്ങോട്ട് കയറി ഈ ലേഡിയെ മെസ്സേജ് അയച്ചതെന്ന് പറയുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് പറയുന്നില്ല. വെറുതെ കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ നാട്ടുകാർക്കും അങ്ങോട്ട് ഒരു കൂപ്പൺ എടുക്കുമെന്ന് വെച്ച് മെസ്സേജ് അയക്കലാണോ? അങ്ങനെയാണോ ചെയ്യാറ്? അപ്പൊ അതിന്റെ ഒരു കാര്യമോ കാരണമോ ഫെനി ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിജീവിതം എവിടെ പറയുന്നു അവർക്ക് ഇങ്ങോട്ടാണ് മെസ്സേജ് വന്നത് കൂപ്പൺ എടുക്കുമെന്ന് വെച്ചിട്ട്. ബാക്കി കേൾക്കാം. സ്ട്രേഞ്ചറായി എൻ്റെ അടുത്താണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിന്റെ ഡ്രോ നടക്കുന്നത്, വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതും. അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നർ ആവാൻ ശ്രമിക്കുക എന്നായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മളൊരു മെന്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആങ്സൈറ്റി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് കുഞ്ഞായിരുന്നു എന്റെ പ്രയോറിറ്റി. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ സാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാരോട് ഇനി പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും, ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസ് ആണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും ഒരു റീഅഷുറൻസ് തരുന്നത്. അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്കത് ഒരു സമാധാനമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്നത്. പിന്നീട് ഇതേ ഫെനി തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പാലക്കാട് ഇലക്ഷന് തൊട്ട് മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഫെനിൻ്റെ അടുത്ത് പറയുന്നത് രാഹുലേട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടം തിരിയുവാണ്, ഞങ്ങൾ തലേദിവസം ട്രിവാൻഡ്രം വന്നതാണ്, അപ്പോൾ ഫുഡ് മേടിക്കാൻ പോലും പൈസ ഇല്ല, ഞങ്ങളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഫെനി നയനാന്റെ ഇന്റൻഷൻ എനിക്ക് തോന്നിയൊരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. നിങ്ങൾ ആലോചിക്കണം, ഈ ഫെനി നയനാൻ പറയുന്ന ഈ അതിജീവത പറയുന്ന ഈ ടൈം ഫ്രെയിം വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, അധികം മീഡിയ ഒന്നും ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ഈ ടൈം ഫ്രെയിമിനകത്ത് ഞാൻ പേഴ്സണലി കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒരു കുറേ പോസ്റ്റുകൾ വരുന്നു. അതായത് മീഡിയയിലുള്ള ഒരു ലേഡി, ഒരു ലേഡി രാഹുൽ മാങ്കൂട്ടം കാരണം ഗർഭിണിയാവുന്നു, പിന്നെ ആ ഗർഭം അലസിപ്പിക്കുന്നു. അതിൻ്റെ ട്രോമയിലൂടെ ആ ലേഡി ഇപ്പോഴും കടന്നു പോകുന്നു. ഇപ്പം റീസെൻ്റ്ലി അവരുടെ പോസ്റ്റൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു അതിജീവതയുടെ മുഖ്യമന്ത്രി മറ്റേ ചായക്കപ്പിൽ എഴുതി വെച്ച നോട്ടുമായിട്ടൊക്കെ ഇരുന്ന സംഗതികളൊക്കെ നമ്മൾ കണ്ടതും ഒക്കെയാണ്. അത് നടക്കുന്ന ടൈം ഫ്രെയിമിലെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനും ഫെനിക്കും അറിയാം, എല്ലാവരും പുറത്തു വരും. ഇവർ ചെയ്തു കൂട്ടിയ തന്തയില്ലായ്മ മൊത്തം പുറത്തു വരും. ഇവരുടെ കയ്യിൽ നിന്ന് അനുഭവിച്ച ഓരോ വ്യക്തികളും എല്ലാ തെളിവുമായിട്ട് പുറത്തു വരുന്നു. അറിഞ്ഞ സമയത്ത്, മനസ്സിലായ സമയത്ത് ഫെനിയെ ഈ പറഞ്ഞ ലേഡിയിലേക്ക് ഇവരുടെ ഇൻറ്റൻഷൻ ഇനി എന്ത്, ഇവരെങ്ങനെ മുന്നോട്ട് പോകും, എനിക്കെതിരെ ഇനി ഇവർ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടോ, ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഫെനിയെ കൃത്യമായിട്ട് രാഹുലായിരിക്കണം ഈ സ്ത്രീയിലേക്ക് പറഞ്ഞു വിട്ടത്. അതാവാൻ ചാൻസ് ഇല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഒരു 2025 ഒക്ടോബർ വരെ ഫെനി ഈ പറഞ്ഞ ഇരയുമായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിന് കീപ്പ് ചെയ്തു? ഇവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവിടെ ഒപ്പം കൂടി ഇവരിഞ്ഞി വല്ല കേസുമായിട്ട് പോകുമോ എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി അഷ്വറൻസ് കൊടുക്കുന്നു ഈ ലേഡിക്ക്. ഇല്ല, നിങ്ങൾ മാത്രമാണ് രാഹുൽ ചേട്ടൻ്റെ എല്ലാം. ഓക്കെ,
രാഹുൽ ചേട്ടന് വേറെ വിഷയങ്ങളൊന്നുമില്ല, എല്ലാം രാഷ്ട്രീയപരമായിട്ട് ബാക്കിയുള്ളവർ കുത്തിപ്പൊക്കിയ കേസുകളാണ്, രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് ബാക്കി പാർട്ടിക്കാർ കുത്തിപ്പൊക്കുന്ന കേസുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യുന്ന ഫെനി നയനാൻ എന്നിട്ട് ഇപ്പോൾ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പറയുക, ഓ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട അവർ എന്തിനാ പിന്നെ ഇവിടെ വന്നിട്ട് രാഹുൽ ചേട്ടനെ കാണണം എന്ന് പറയുന്നത്. എടാ ഇവന്മാരൊക്കെ ഏത് ലെവൽ ക്രിമിനൽസാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇവർക്ക് മേക്ക് ഷുവർ ചെയ്യണം ഇനി ഒരു ഇര രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരരുത്. വരികയാണെന്നുണ്ടെങ്കിൽ അവർ സൈബർ അറ്റാക്ക് ചെയ്യണം, പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കണം. ഈ ഫെനി നയനാൻ ഇനി എത്ര പേരുടെ അടുത്ത് കണക്ഷൻ കീപ്പ് ചെയ്തു എന്നുള്ളത് അറിയണമല്ലോ പൊതുജനം. എന്താണെങ്കിലും ബാക്കിയോട് കേൾക്കാം. പിന്നീട് ഒരു പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിൻ്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ അറിയുന്നത് തകർന്നിരിക്കുകയാണ്. രാഹുലിന് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ആളാണ് രാഹുൽ. അപ്പൊ രാഹുലിന് വീണ്ടും ഒരു ഫ്യൂച്ചർ റീഅഷ്വർ ചെയ്ത് നമുക്കൊന്നിച്ച് ജീവിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു. ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് ഫെനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനി നയനാണ്. അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു. രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ മീഡിയ ഡ്രിവൻ ആണ്, പൊളിറ്റിക്സ് ആണ്, പെയ്ഡാണ്. ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേക്കാന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് എന്നെ എല്ലാവരെയും കൂടെ വീഴ്ത്താൻ നോക്കുകയാണ് എന്തൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്നത് നിന്റെ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ ഒരു ഗർഭമില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരാം, നീ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അല്ലെങ്കിലും വരും, എനിക്ക് അറിയണം, എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, എന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു. രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്ലാരിറ്റിയും തരില്ല, ഒരു ക്ലോഷറും തരില്ല. അതാണ് രാഹുലിന്റെ ഒരു രീതി. അപ്പോൾ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫെനി വിളിക്കും, അയാൾ തകർന്നിരിക്കുകയാണ്, അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്, ഡൗൺ ആയിട്ടിരിക്കുവാണ്, ഈ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫെനിയുടെ അടുത്ത് പറഞ്ഞു ഫെനി എന്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു. അതായത് ഫെനി നയനാൻ ഇട്ട പോസ്റ്റിനകത്ത് ഫെനി നയനാൻ പറഞ്ഞത് എന്താ, ഈ പറഞ്ഞ അതിജീവതയ്ക്ക് രാഹുലിനോട് വീണ്ടും ഒരു അപ്രോച്ച്, അതായത് ഒരു ബാഡ് ഇൻറ്റൻഷൻ തന്നെയാണ് ഇവർ ഇതിലൂടെ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം അതിജീവിത കൃത്യമായി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത് ഈ അതിജീവിതയിലേക്ക് എത്താനുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് ഫെനി നയനാൻ എന്ത് ചെയ്തത്, ഒരു കൂപ്പണും കൊണ്ട് ഇവരടുത്ത് ചെന്നേ. ഫെനി നയനാനെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അതിജീവിത. ആ സമയങ്ങളിലെല്ലാം കൺവിൻസ് ചെയ്ത ഫെനി നയനാൻ ഇപ്പം അതിജീവിത ഇതേപോലെ ഒരു വോയിസുമായിട്ട് പുറത്തു വരുന്നു ഫെനി നയനാൻ വിചാരിച്ചു കാണില്ല. ഒരു സൈബർ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ട് സൈബർ സ്പേസിൽ വന്ന് അതിജീവിത ഇട്ട് കൊടുത്താൽ അവർ അയച്ച ചാറ്റുകൾ എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ആ വരുന്ന തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ഇല്ലെങ്കിൽ നാട്ടുകാരുടെ ബാക്കി കാര്യങ്ങൾ, അതായത് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മാനിപ്പുലേഷനിൽ വീഴുന്ന കുറേ രാഹുൽ മാങ്ങാണ്ടി ഫാൻസും പിന്നെ വേറെ കുറേ മറ്റേ ടീംസും ഉണ്ട്. ഏത് ഈ രാഹുൽ മാങ്കൂട്ടം എടേ ഞാനും പറയാറുണ്ട്, ഏത് ആണുങ്ങളെ ട്രാപ്പിലാക്കുന്ന ഇഷ്ടംപോലെ കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഇനി നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ പരനാറി തന്തയില്ലാത്തവൻ ഇവൻ കാണിച്ചു കൂട്ടിയ ചെറ്റത്തരങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇവൻ ഒരു സ്ഥിരം ക്രിമിനലാണ്, ഇവനൊരു സൈക്കോപാത്താണ്. ഇവനെ നിങ്ങൾ ഇനിയും താങ്ങിക്കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് കിട്ടാൻ പോകുന്നത് ഒരു സൈക്കോ രാഷ്ട്രീയ പ്രവർത്തകനെയായിരിക്കും, ഒരു പൊതുപ്രവർത്തനയായിരിക്കും. ഇവൻ ഇപ്പോഴുള്ള സ്ഥാനത്തു നിന്നൊക്കെ കയറി തിരിച്ച് രാഷ്ട്രീയത്തിൽ വന്ന് ഇവൻ വല്ല മിനിസ്റ്ററോ ബാക്കി പരിപാടികളോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സീൻ വേറെ ആയിരിക്കും നടക്കാൻ പോകുന്നത്.
ഈ ഫെനി നയനാനെ പോലുള്ളവരുടെ ആവശ്യം എന്താ പറയുക, ഇവന്റെ മൂടും ആസനവും താങ്ങി നക്കി നടന്ന് ഈ പാർട്ടിക്കകത്ത് കയറിക്കൂടി അതിനകത്ത് ഇരുന്ന് 10 രാഷ്ട്രീയം കളിച്ച് ജീവിതം സെറ്റപ്പ് ആക്കുമ്പോൾ ഇവനും തുടങ്ങും. കാരണം ഇവന്റെ ശിഷ്യനാണല്ലോ, മാങ്ങാണ്ടീന്റെ അണ്ടി താങ്ങി നടക്കുകയാണല്ലോ പരിപാടി. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചാറ്റുകൾ ഇട്ട് അതിൽ ആ സ്പെസിഫിക് വാക്കുകളൊക്കെ എടുത്ത് വെച്ച് പറയുമ്പോൾ അതിജീവതയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം ഫെനി നയനാൻ കൊടുക്കണം. ഫെനി നയനാൻ ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനൊരു വ്യക്തിയല്ല, വേറെ സ്ത്രീകളില്ല, ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വെറും തെറ്റാണ് എന്ന് പറഞ്ഞ് ഇവരെ കൺവിൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഫെനി നയനാൻ? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. രാഹുല് എനിക്കിത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആള് ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും, അപ്പോൾ രാഹുലിൻ്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നത് എന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എൻ്റെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫ്. ഈ വോയിസുകളിൽ നിന്ന് എന്താണ് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത്? ഇരയായ ലേഡി വളരെ എവിഡൻ്റായി വളരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അവർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ബന്ധം പുലർത്തി രണ്ടാമതൊരു ഇതിന് പോയതല്ല, അവർക്ക് വേറെ വല്ല ആവശ്യമൊന്നുമല്ല ഈ 3 മണിക്കൂർ കൊണ്ടുള്ളത്. അവരെ ഈ നാറി അനുഭവിപ്പിച്ച ട്രോമ, അത് ആ നാറി വേറെ സ്ത്രീകളെയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അവരിൽ ഇവന് കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അവരെ ഇനീഷ്യേറ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവർക്ക് കൊടുത്ത അതേ ട്രോമ ബാക്കി സ്ത്രീകൾക്കും ഇവൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞ് അത് ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഈ ലേഡി. അല്ലാതെ ഫെനി നയനാൻ പറഞ്ഞു വെച്ച പോലെ മാനിപ്പുലേറ്റ് ചെയ്ത പോലെ 2024 3-4 മണിക്കൂർ ക്രൂര പീഡനമേറ്റ ഇവർ വീണ്ടും 2025 രാഹുൽ മാങ്കൂട്ടത്തിന് ഓഫീസ് കാണണ്ട, കാറിൽ ട്രിപ്പ് പോവാ, നമുക്ക് റൂം കയറാ എന്ന് പറഞ്ഞത് മറ്റേ ഇൻറ്റൻഷനോടെ അല്ല. അതിന് ഫെനി നയനാന് തന്തയ്ക്ക് എനിക്കണം ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? ഇത്തിരിയെങ്കിലും ചൂടും ചൊരണിയും വേണം. ഇതേപോലുള്ള ഒരു സീരിയൽ ഒഫൻഡറെ വന്നിരുന്ന് സുഹൃത്താണെങ്കിലും ന്യായീകരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഏത് നാറിൻ്റെ മൂടും ആസനവും താങ്ങിയിട്ടും രാഷ്ട്രീയത്തിൽ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള വേറൊരു ചെറ്റ രാഷ്ട്രീയക്കാരൻ്റെ ഫേസാണ് ഫെനിക്കുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒഴിവാക്കിയ പോലെ തന്നെ കള്ളം കട്ടവന് കൂട്ടു നിൽക്കുന്നതും വലിയ തെറ്റാ. അടുപ്പിൽ ഊതുന്നത് തന്നെ ആസനത്തിൽ ഊതുന്നതിനും പുറത്താക്കണം. എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാർ? എന്താ യൂത്ത് കോൺഗ്രസിനും ബാക്കി പരിപാടിക്കൊന്നും നല്ല പയ്യന്മാരില്ലേ ഇവിടെ? ഇവനെ പോലുള്ള കള്ളനും തെമ്മാടിയും പെണ്ണുപിടിയനുമായിട്ടുള്ള ആൾക്കാരെ വേണോ നിങ്ങൾക്ക് കോൺഗ്രസിൽ കൊണ്ടു നടക്കാൻ? അർഹതപ്പെട്ട പണിയെടുക്കുന്ന ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോഴും വിസിബിലിറ്റി വേണ്ട, ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വേണ്ട, ഞങ്ങൾക്ക് സെലിബ്രിറ്റി ഫേസ് വേണ്ട എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഇവിടെ സൊസൈറ്റിയിൽ ആളുകൾക്ക് നല്ലത് വരണമെന്ന് പറഞ്ഞ്
എല്ലാം ഒഴിവാക്കി ലൈഫിലൊരു രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് എവിടെയും വിസിബിലിറ്റി ആവശ്യപ്പെടാതെ നാടിൻ്റെ നന്മയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടോ ഇവിടെ. അവരെയൊന്നും വിസിബിലിറ്റിയിൽ കൊണ്ടുവരാനോ അവരെയൊന്നും എടുത്തു വെച്ച് കൊണ്ടു നടക്കാനോ പാർട്ടിക്ക് എന്താ ഇഷ്ടമല്ലേ? പാർട്ടിക്ക് ഇതേപോലെ കള്ളന് കഞ്ഞി വെച്ചവന് മാത്രം മതിയോ? എത്ര ഈസി ആയിട്ട് ഒരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്തത് നിങ്ങൾ നോക്ക്. ഓക്കെ, സുഹൃത്താണ്, സുഹൃത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നാട് നടന്ന് പെണ്ണ് പിടിക്കുന്ന ഒരുതനാണോടെ ഈ സുഹൃത്ത്. അപ്പൊ നിങ്ങൾ പറയും പെണ്ണുങ്ങളെ നിന്ന് കൊടുത്താൽ, പെണ്ണുങ്ങളെ നിർത്തുന്നതാണ് സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടുപിടിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി അവരെ പ്രഗ്നൻ്റ് ആക്കി, അത് പിന്നെ അബോഷനാക്കി അവരൊരു ട്രോമയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ സൊസൈറ്റിയിൽ അവർ വന്ന് പറയുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞാൽ അണക്കം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ പെണ്ണെ എന്നുള്ള ചോദ്യം അവരെ തിരിച്ച് കേൾപ്പിക്കും. അത് സൊസൈറ്റി തിരിച്ച് ചോദിക്കുമെന്നുള്ള ധൈര്യമാണ് ഇവനൊക്കെ. എന്നിട്ട് അവരെ കയ്യിൽ നിന്ന് ഫ്ലാറ്റ് വാങ്ങാനും ചെരുപ്പ് വാങ്ങാനും പൗഡറിനും എല്ലാ പൈസ ഇങ്ങോട്ട് മേടിച്ച്, എടാ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, അനക്ക് അത്രയും മുട്ടി നിൽക്കുകയാണ്, ഒരു കയ്യിൽ 5 പൈസ ഇല്ല എന്നാണെങ്കിൽ ഫെനിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും അപ്പുറത്ത് LDF പൊതിച്ചോറ് വിൽക്കുന്നുണ്ടാവും. അവിടെ പോയി കൈ നീട്ടി അവർ കൈ തട്ടില്ല, അവർ ആ പൊതിച്ചോറ് വന്ന് വിട്ടിട്ടുണ്ടാവും. ഒരു വട്ടം പൊതിച്ചോറിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞല്ലേ. ഉളുപ്പും നാണവും മാനവും പെണ്ണുങ്ങളെ പറ്റിച്ച് ഇതേപോലെ കാശ് വാങ്ങി തിന്നണേ നക്കണേക്കാൾ നല്ല എന്തറിയോ, അപ്പുറത്ത് ചെന്നാൽ പൊതിച്ചോറിന് കൈ കിട്ടുന്ന എന്ത് വൃത്തിയട്ടന്മാരി. ഇതിനിടയിൽ രാഹുൽ ഈശ്വർ ഇത് വെളുപ്പിക്കാൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ ചെങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഹായ് ബായ് പറഞ്ഞ അവിടെ ഇരുന്നു. ഇനി സത്യത്തിൽ സന്ദീപ് ഉണ്ടായിരുന്നു അവിടെ, സന്ദീപ് ആരുണ്ടായിരുന്നു, മൂപ്പരായിട്ട് ഞാൻ ഓക്കെയാണ്. ഓക്കെ, അങ്ങനെയായിട്ട് ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവനായിട്ട് എനിക്കൊരു സാധനം കീപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ ഹായ് ബായും പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു, വേണ്ട നമസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഞാൻ വയ്യ, പോയി കാണാനോ സംസാരിക്കാനോ ഒരു പേഴ്സണൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ അറിയും, കള്ളനും കൊള്ളക്കാരനും പീഡകനും. നാട്ടിൽ രാഹുൽ ഈശ്വറിനൊക്കെ ഇറങ്ങിയാൽ എത്ര ആണുങ്ങളെ കാണാൻ പറ്റും ഡെയിലി സഫർ ചെയ്യുന്ന ജെന്യുവിൻ ആയിട്ടുള്ള കേസുകൾ സഫർ ചെയ്യുന്ന എത്ര ആണുങ്ങളുണ്ട്. സെലിബ്രിറ്റി കേസുകൾ മാത്രം എടുത്തു വെച്ച് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി തരാൻ ഞാനിവിടെ ഈ ഫെനി നയനാൻ ഇട്ട പോസ്റ്റ് വെച്ച് ഫെനിയെ വാഴ്ത്തിപ്പാടിയും കൊണ്ട് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് ഒരു മെമ്പർഷിപ്പ് സ്കീമിനെ കുറിച്ച് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഫെനിക്ക് വലിയൊരു പ്രണാമം. ഫെനി കാണിച്ചത് വലിയ ധൈര്യമാണ്. ഫെനിക്കെതിരെ നടപടി ഉണ്ടാകും, സംശയമൊന്നുമില്ല, നടപടി ഉണ്ടാകും. ഫെനിയെ ഇനിയും ബുദ്ധിമുട്ടിക്കും, ചിലപ്പം ജയിലിൽ പിടിച്ചിടും. അതെല്ലാം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല, സത്യത്തിന് വേണ്ടിയാണ് ഫെനി നിന്നത്. ഫെനിക്ക് വലിയൊരു സല്യൂട്ട്. ഫെനിയെ പോലുള്ള കുറച്ച് വട്ടന്മാർ ഈ ലോകത്ത് വേണം, ഇല്ലെങ്കിൽ ഈ ലോകത്തെ കള്ളന്മാർ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പരാതിക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാർ, അവർ അതിനെ നശിപ്പിക്കും. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പോരാട്ടത്തിലാണ്. സത്യത്തിന് വേണ്ടി, പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി, നീതി നിഷേധത്തിന് എതിരെ എല്ലാം നമ്മൾ പോരാടുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്യുകയാണ്. ഒരു ചെറിയ മന്ത്ലി ഫീക്ക് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്ടിവിസം അപ്ഡേറ്റ്സ്, ഏർലി വീഡിയോ ആക്സസ്, മെൻസ് റൈറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് ആൻഡ് മെന്ററിംഗ്, മെമ്പേഴ്സ് ഉള്ളി ലൈവ് സ്ട്രീംസ്, 1-to-1 കോൺവെർസേഷൻസ്, ഇത്ര എല്ലാ കാര്യങ്ങളും ആൻഡ് എ ഡയറക്റ്റ് റോൾ ഇൻ അവർ മൂവ്മെന്റ്. അത് പുരുഷാവകാശങ്ങൾക്ക് വേണ്ടിയാകാം, സമൂഹത്തിൽ സത്യത്തിന് വേണ്ടിയാകാം, മതസൗഹാർദ്ദത്തിന് വേണ്ടിയാകാം. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ജനങ്ങളെ കൂടി അണിനിരത്തി ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഈ മെമ്പർഷിപ്പ് തുടങ്ങുന്നത്. ഭയങ്കര ധൈര്യമാണ് ഫെനി, ഭയങ്കര ധൈര്യമാണ്. നിനക്കെതിരെ ഒരു പരാതി വരുന്നുണ്ട്, പക്ഷേ ആ പരാതിയെ പേടിക്കാതെ സത്യം പറഞ്ഞ നിനക്ക് പ്രണാമം. എനിക്ക് പേഴ്സണലി പരിചയമില്ല, കണ്ടാൽ ഞാനൊന്ന് കെട്ടിപ്പിടിക്കുമായിരുന്നു ഫെനിയെ. കാര്യം അങ്ങനെ ധൈര്യമുള്ളവരാണ് ഈ ലോകത്തെ മുമ്പോട്ട് നയിച്ചത്. അങ്ങനെ സത്യം പറയാൻ ധൈര്യം കാണിച്ചവരാണ് ഈ ലോകത്തിന്റെ അടിസ്ഥാനം. അവരാണ് ഫെനിയെ കുറിച്ച് അല്ലെങ്കിൽ ഫെനിയുടെ ധൈര്യത്തിനെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്നതിന്റെ ഇടയിൽ മെമ്പർഷിപ്പ് സ്കീം, സ്വന്തം ചാനലിലെ മെമ്പർഷിപ്പ് സ്കീമിനെ കുറിച്ച് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. എന്താണ് രാഹുലിന്റെ ഇന്റൻഷൻ? ഇതൊന്ന് പണം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയല്ലേ. ഞാനൊക്കെ വീഡിയോ ഇട്ടിട്ട് പോകുന്നുണ്ട് ഇവിടെ, ആ വീഡിയോ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് നമ്മളുടെയൊക്കെ റവന്യൂ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് സ്പെഷ്യൽ മെമ്പർഷിപ്പ് വെച്ചിട്ട് അതൊന്ന് 10 ആളെ കൂട്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ വാങ്ങി അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിന്ന് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ആ ലൈനാണ് എനിക്കൊക്കെ. പക്ഷെ ഇവനൊന്നും അതല്ല. ഈ രാഹുൽ മാങ്കൂട്ടം കേസ് മുതൽ ബോച്ചെ അങ്ങനെ കുറേ പേരുടെ കേസിൽ രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഇപ്പോഴും അവിടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും റൺ ആവുന്നുണ്ടാവും. അതിനൊക്കെ 500, 600, 700K വ്യൂസ് ഉണ്ട്. അതിന്ന് വരുന്ന റവന്യൂ, ഞാനിവിടെ എൻ്റെ റവന്യൂ വിളിച്ച് പറയുന്ന ഒരാളാണ്. 100K, ഒരു 8 മിനിറ്റിൽ കൂടുതലുള്ളൊരു വീഡിയോ 100K, അതായത് 1 ലക്ഷത്തിന് മുകളിൽ വ്യൂവർഷിപ്പ് പോയാൽ തന്നെ ഒറ്റ ദിവസം
നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 10,000 മുകളിലായിരിക്കും, ഒരു ദിവസം 10,000 മുകളിൽ. ആ ടോപ്പിക് എത്ര കാലം ആക്റ്റീവായിട്ടിരിക്കുന്നോ, ഒരു 3-4 ദിവസം ആക്റ്റീവായിട്ടിരിക്കും. കാരണം ഹോട്ട് ടോപ്പിക്, ചർച്ച ചെയ്യുന്ന ടോപ്പിക്കായിരിക്കും. ഇവിടെ ബോച്ചയുടെ ടോപ്പിക്ക്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടോപ്പിക്ക്, ഇതേപോലെ ഇവൻ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ, ശബരിമല തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ടോപ്പിക്ക്, ഇതൊക്കെ കേരളത്തിൽ മാസങ്ങളോളം ചർച്ച ചെയ്യുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിലൊക്കെ ഇട്ട വീഡിയോസിന് മാസങ്ങളോളം ഉള്ള ഏജ് ഉണ്ട് ഇതിന്. അത്രയും എക്സിസ്റ്റൻസ് ആ വീഡിയോക്ക് ഉണ്ടാവും. ആ വീഡിയോക്ക് 500-600K പോകുന്ന സമയത്ത് ആദ്യത്തെ 4 ദിവസത്തിൽ നിന്ന് തന്നെ ഒരു വീഡിയോ നീ ചങ്ങായിക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടാവും? ബെയർ മിനിമം ഒരു 25,000-30,000 രൂപ കിട്ടുന്നുണ്ടാവും 3-4 ദിവസം കൊണ്ട്. പിന്നെ അതിങ്ങനെ എവർഗ്രീൻ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ വീഡിയോ വരുമ്പോൾ ചാനലിൽ തന്നെ എത്ര വരുമാനം വരുന്നുണ്ടാവും. എന്നിട്ട് നാണമില്ല രാഹുലെ ഇതേപോലെ വന്ന് മെമ്പർഷിപ്പ് എന്ന് പറയാൻ? പൊതുപ്രവർത്തനമാണ്. ഇത് ഈ നാട്ടുകാരുടെ നന്മയ്ക്കാണ്, ആണുങ്ങളെ നന്മയ്ക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ നാട്ടുകാരോട് എരന്നിട്ടല്ല വാങ്ങേണ്ടത്. കിട്ടുന്ന റവന്യൂന്ന് ഉണ്ടാക്കണം, അപ്പുറത്ത് ജോലി ചെയ്ത് വേറെ ഉണ്ടാക്കണം. അതാണ് ചെയ്യേണ്ടത്, അതല്ലേ വേണ്ടേ? അപ്പം എന്താ എഗെയിൻ ഇവിടുത്തെ കള്ളനെയും കൊള്ളക്കാരനെയും ഇതേപോലുള്ള പെണ്ണുപിടിയന്മാരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മെമ്പർഷിപ്പ് തരൂ. എടേ നല്ലതിന് ചെയ്തോ, സപ്പോർട്ട് ചെയ്യും, നല്ല കാര്യങ്ങൾക്ക് ചെയ്യേ. ഇവിടെ ആണുങ്ങൾ അനുഭവിക്കുന്ന വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ രാഹുൽ ഈശ്വറിനെ കൊണ്ട്? ഒരു സാധാരണക്കാരനെ വിളിച്ചിട്ട് ഒരു ഓഫീസ് തുടങ്ങിയിട്ട് ആ ഓഫീസിൽ ഒരു ദിവസം 10 പേർക്ക് അപ്പോയിൻമെന്റ് കൊടുക്ക്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് 10 പേര് കയറി വാ, എന്നോട് പ്രശ്നങ്ങൾ പറ, ഞാനത് തീർത്തു തരാം, അന്ന് തരാം മെമ്പർഷിപ്പ്. അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെയും ബോച്ചേനെയും തന്ത്രിനെയും ഇവനെ പോലുള്ള കള്ളനെയും കൊള്ളക്കാരനെയും അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. അതല്ല രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ദീർഘവീക്ഷണം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു രാഹുൽ ഈശ്വരിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് കഷ്ടം തന്നെ.